ഡൊണാൾഡ് ട്രംപിന് ഒരു കിടിലം പണി കൊടുത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങളെല്ലാം കൂടെ. US-ലേക്കുള്ള പാഴ്സൽ ഷിപ്മെൻറ്റുകളെല്ലാം തന്നെ ലോകരാജ്യങ്ങളിൽ നിന്നുള്ളത് നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിനെന്താണ് കാരണം? ലോകമെമ്പാടും നിന്ന് അമേരിക്കയിലേക്കുള്ള പാഴ്സൽ സേവനങ്ങൾ സമ്പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് ഭീഷണിയാണ്. ഇതിനു പിന്നിലെ കാരണം പ്രധാനമായും എടുത്തു പറയുന്നത് ട്രംപിൻ്റെ താരിഫ് യുദ്ധം കാരണം ഏകദേശം 25 രാജ്യങ്ങൾ അമേരിക്കയിലേക്കുള്ള പാഴ്സൽ ഡെലിവറി സമ്പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഇതിനെക്കുറിച്ച് വിവരം നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ താരിഫ് നിയമങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം കാരണം നിരവധി രാജ്യങ്ങൾ ഡെലിവറികൾ നിർത്തിവച്ചിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായിട്ടുള്ള യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ അറിയിച്ചു. ഗതാഗത സേവനങ്ങളുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ കാരണം 25 രാജ്യങ്ങളിലെ പോസ്റ്റൽ ഓപ്പറേറ്റർമാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കുള്ള തപാൽ സേവനങ്ങൾ നിർത്തിവെച്ചതായി UPUവിനെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഏഷ്യയിലെയും യൂറോപ്പിലെയും തപാൽ ഓപ്പറേറ്റർമാരാണ് ഈ തീരുമാനം പ്രധാനമായും എടുത്തിരിക്കുന്നത്. കൂടാതെ ദീർഘകാലമായി നിലനിൽക്കുന്ന കസ്റ്റംസ് നിയന്ത്രണങ്ങളുടെ മാറ്റങ്ങൾ കാരണം US-ലേക്കുള്ള പാഴ്സൽ ഡെലിവറികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും തപാൽ സേവന വകുപ്പും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും US-ൽ കുറഞ്ഞ മൂല്യമുള്ള പാക്കേജുകൾക്ക് തീരുവ ചുമത്തുന്ന കസ്റ്റംസ് നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 29 മുതൽ മുമ്പ് ഡ്യൂട്ടി ഫ്രീ ആയിരുന്ന $800 അതിൽ കുറവോ വിലയുള്ള സാധനങ്ങൾക്ക് US തീരുവ ചുമത്തും. പോരാത്തതിന് പുതിയ നിയമങ്ങൾ തപാൽ സംവിധാനം വഴി അയക്കുന്ന പാഴ്സലുകൾക്ക് 2 താരിഫുകളിൽ 1 ചുമത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. പാക്കേജ് ഉത്ഭവിക്കുന്ന രാജ്യത്തിൻ്റെ ഫലപ്രദമായിട്ടുള്ള താരിഫ് നിരക്കിന് തുല്യമായ തീരുവ അല്ലെങ്കിൽ 6 മാസത്തേക്ക് താരിഫ് അടിസ്ഥാനമാക്കി $80 മുതൽ $200 വരെ നിരക്കാണ്. പോരാത്തതിന് ഓഗസ്റ്റ് 26-ന് ശേഷം US-ലേക്ക് അയച്ച പാഴ്സലുകളിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്വീകരിക്കില്ല. ഇതിൽ $100 താഴെയുള്ള കത്തുകൾ, രേഖകൾ, സമ്മാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നില്ല എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.